ബഹുമാനരായ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ പുണ്യം നിറഞ്ഞ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ സമയം ചിലവഴിക്കലും എല്ലാം സ്വാലിഹായ അമലുകളായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു അമല് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയ്യത്ത് എന്നത് പ്രധാനമാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധാരണമായ ഇരുത്തമല്ല, ഇതേറെ മഹത്വമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പഠിപ്പിച്ചത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതൊന്നുകൂടി ഓർക്കുക. വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന വഗശിയത് അലൈഹിമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ അഥവാ ഒരു പള്ളിയിലെ ആളുകൾ ഒരുമിച്ച് കൂടുകയും ഖുർആൻ ഓതുകയോ ഖുർആനുമായി ബന്ധപ്പെട്ട തദ്രീസ് അതിൻ്റെ പഠനം നടത്തുകയോ ചെയ്താൽ 4 പുണ്യങ്ങൾ അവർക്ക് ലഭിക്കും എന്നാണ്. ഒന്ന്, നസലത് അലൈഹിമുസ് സക്കീന, അള്ളാഹു എന്നുള്ള സമാധാനം അവരിൽ അവതീർണമാകും. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് മനസ്സിൻ്റെ സമാധാനമാണ്, അത് കിട്ടും. 2, വഗശിയത് അലൈഹിമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയും. 3, വഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും. 4, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹു തൻ്റെ അടുത്തുള്ളവരോട് അഥവാ മലക്കുകളോട് അവരെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ 4 പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് 4ഉം ലഭിക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നാം മനസ്സിൽ വെക്കുക. അള്ളാഹു ആ അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു ദീനിൻ്റെ മജ്‌ലിസ് ആകുമ്പോൾ ഇത്രയും നല്ലൊരു കൂലി കിട്ടുന്നതാകുമ്പോൾ ഈ ഇരുത്തം ശരിയാവില്ല എന്നാണ് കാഴ്ചയിൽ തോന്നുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സഹാബത്ത് ഇരുന്നത് കഅന്ന അലാ റൂസിഹിം അത്തുയൂർ എന്നാണ്. തലയിൽ പക്ഷി ഇരിക്കുന്ന പോലെ അത്ര ശ്രദ്ധിച്ച് സാഗൂതം ദീനിൻ്റെതായ കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യത്തിൽ അവർ ഇരുന്നു എന്നുള്ളതാണ്. ഈ ഇരുത്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഉറക്കം ഇങ്ങനെ വരും. മുമ്പൊരിക്കൽ നാദാപുരത്തൊരു ക്ലാസ്സിൽ ഒരാൾ ചോദിച്ച പോലെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തലങ്ങനെ കുടഞ്ഞിട്ട് അടുത്തുള്ള ആളോട് മൂപ്പര് നിർത്തിയോന്ന്. കാരണം 1 മണിക്കൂർ എനിക്കൊരു സുഖം കിട്ടീന് ഉറക്കത്തിനുള്ളതാണ് ആ ക്ലാസ് ഇങ്ങനെ പോയപ്പോഴേ. അപ്പോൾ നിർത്തുമ്പോഴാണ് അറിയുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും, എങ്കിൽ പോലും ദീനിൻ്റെതായ സദസ്സിൻ്റെ ഒരു മാതൃകയുണ്ട്. അത് നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക. പ്രായത്തിൻ്റെതായ പ്രയാസങ്ങളും നടുവേദനയുള്ള ആളുകളല്ലാത്തവരൊക്കെ ഒന്ന് മുന്നോട്ടിരുന്ന് ഇതൊന്നും ഇങ്ങനെ നടന്നു നിന്നാൽ ഒരു സുഖം ഉണ്ടാവും. ഞാൻ കുറച്ച് നേരം സംസാരിക്കുള്ളൂ, ദീർഘിച്ച നേരമൊന്നും ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, റഹ്മാനായ റബ്ബിന് നിരവധിയായ നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, അള്ളാഹുവിൻ്റെതാണ് അസ്മാഉൽ ഹുസ്ന, ഉന്നതമായ നാമങ്ങൾ. ആ നാമങ്ങളെ മുൻനിർത്തി നിങ്ങൾ ദുആ ചെയ്യണം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സുബ്ഹാൻ എന്ന അള്ളാഹുവിൻ്റെ നാമം. സുബ്ഹാൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തിന് മലയാളത്തിൽ പരമപരിശുദ്ധൻ എന്നാണ് പറയുക. ആ പരമപരിശുദ്ധൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതിനെയാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. തസ്ബീഹിൻ്റെ ഭാഷാപരമായ അർത്ഥം അത്തൻസീഹു മിൻ അയ്യി നുഖ്സ്, എല്ലാ വിധത്തിലുള്ള ന്യൂനതകളിൽ നിന്നും പൂർണ്ണമായി സുരക്ഷിതനായവൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു തകരാറ്, ഒരു ദൗർബല്യം ചൂണ്ടിക്കാണില്ലാത്ത, എല്ലാ അർത്ഥത്തിലും സമ്പൂർണനും പരിശുദ്ധനും അതാര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ പരമപരിശുദ്ധിയെ വാഴ്ത്തുക എന്നതാണ് തസ്ബീഹ്. ഇത് പറയുമ്പോൾ സാധാരണ നമുക്ക് ആകെ ഒരു ഓർമ്മ വരിക, നമ്മുടെ ഉമ്മത്തിന് തസ്ബീഹുമായുള്ള ഒരു പരിചയം പെട്ടത് മനസ്സിലേക്ക് വരിക ഒരു മാലയാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അതും ഒരു മനസാന്നിധ്യമല്ലാതെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക, അതിൽ തസ്ബീഹ് അവസാനിച്ചു പോകുമെന്നതാണ്. അങ്ങനെയല്ല സത്യത്തിൽ. കാരണം വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വചനങ്ങൾ പരിശോധിച്ചാൽ ഈ പറയുന്നൊരു സുബ്ഹാനല്ലാഹ് എന്നതിൻ്റെ മഹത്വം എത്രത്തോളം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആയത്ത് നമ്പറുകളൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുന്നതും വീട്ടിൽ പോയിട്ട് അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. സൂറത്ത് ഇസ്രായിലെ 44-ാമത്തെ ആയത്ത്, 17-ാമത്തെ അധ്യായം 44-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് തസ്ബീഹുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർള് വമൻ ഫീഹിന്ന
വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ. 7 ആകാശങ്ങളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. 7 ആകാശങ്ങൾ മാത്രമല്ല, വല്ലർദ് ഭൂമിയും, വമൻ ഫീഹിന്ന 7 ആകാശങ്ങളിലും ഭൂമിയിലും അവയിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന് തസ്ബീഹ് ചൊല്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. പക്ഷെ എന്താ കുഴപ്പം? വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകൂല എന്നു മാത്രമാണ്. അവയെല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. റബ്ബിൻ്റെ 2 നാമങ്ങൾ പ്രത്യേകിച്ച് അള്ളാഹുവിടെ എടുത്തു പറയാൻ. അള്ളാഹ് ഹലീമും അള്ളാഹ് ഗഫൂറുമാണ് എന്ന കാര്യം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാ തൻ്റെ തഫ്സീറിൽ പറയുന്നത്, മിൻ ഹയവാനിൻ നാതിഖിൻ വഗൈരി നാതിഖിൻ വമിൻ അഷ്ജാരിൻ വനബാത്തിൻ വജാമിദിൻ വഹയ്യിൻ വമയ്യിത്ത്. എല്ലാം പെട്ടു. ആശയവിനിമയം നടത്തുന്ന സംസാരശേഷിയുള്ളതായ ജന്തുക്കളും അതില്ലാത്തതും, അതുപോലെ തന്നെ മരങ്ങളും ചെടികളും ഉറച്ചതും സഞ്ചരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും അവയുടേതായ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ നമ്മൾ കേൾക്കുന്ന പക്ഷികളുടെ കളകൂജനങ്ങൾ, അതുപോലെ തന്നെ അരുവികളുടെ പ്രവാഹത്തിലുണ്ടാകുന്ന ശബ്ദങ്ങൾ, ഇവയിലൊക്കെയും അഥവാ ഈ പ്രപഞ്ചത്തിലെ ഒന്നുപോലും ഒഴിവാകാത്ത സകല വസ്തുക്കളിലും അവയുടേതായ വിധത്തിൽ റഹ്മാനായ റബ്ബിന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. ഇതേ കാര്യം തന്നെ അള്ളാഹു മഹാനായ ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞിടത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹ്ന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്. പർവ്വതങ്ങളെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെ രാവിലെയും വൈകുന്നേരവും പർവ്വതങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ്. അഥവാ അദ്ദേഹം നടത്തിയ തസ്ബീഹിൽ ഈ സൃഷ്ടി വസ്തുക്കൾ, അചേതന വസ്തുക്കൾ, പർവ്വതങ്ങൾ അതിൽ പങ്കാളികളായി തീർന്നു. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരമപരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അവയൊക്കെ ഉള്ളത്. വിശുദ്ധ ഖുർആനിൽ സുജൂദിനെ കുറിച്ച് പറഞ്ഞെടുത്തോളം അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സുജൂദും തസ്ബീഹും പ്രകൃതിയിലെ സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായി നമ്മൾ കാണുന്ന സംഭവങ്ങളിൽ ഒന്ന് സൂറത്തു അംബിയ 87-ാമത്തെ ആയത്ത്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനെ വിശദീകരിച്ചു പോകുന്ന സന്ദർഭത്തിൽ മഹാനായ യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം അള്ളാഹ് പറയുന്നുണ്ട്. അവിടെ ഉപയോഗിച്ച വാക്ക് ദന്നൂൻ എന്നാണ്, മത്സ്യക്കാരൻ. അള്ളാഹ് പറയാണ്, വദന്നൂൻ ഇദ്ഹബ മുഗാദിബൻ വദന്ന അല്ലൻ നഖദിറ അലൈഹി വനാദാ ഫി ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ചരിത്രം നമുക്കറിയാം. ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചു, ആളുകൾ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ പ്രയാസം തോന്നുകയും നിരാശനായി നാട് വിട്ടുപോവുകയും ചെയ്യാണ്. നിരാശ എന്നത് ഒരിക്കലും ഒരു മുഅ്മിനിൽ വരാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പ്രവാചകന്മാരുടെ പ്രാർത്ഥന തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞിടത്തുള്ള പറയുന്നുണ്ട്, വയദൂനനാ റഗബൻ വറഹബാ. പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു അവർ റബ്ബിനോട്. 2 ഗുണങ്ങൾ വെച്ച് പുലർത്തിക്കും. 1 ഭയം, 2 പ്രതീക്ഷ. പടച്ചോനെ നാളെ എൻ്റെ അവസ്ഥ എന്താകുമെന്ന പേടി, അതോടൊപ്പം എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷ. ഇത് രണ്ടും ഒരു മുഅ്മിൻ ദുആ നടത്തുമ്പോൾ ഉണ്ടാകേണ്ടുന്ന 2 ഗുണങ്ങളിൽ, സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. ഏതായിരുന്നാലും മഹാനായ യൂനുസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹ് പറയാണ്, വദന്നൂൻ ഇദാബ മുഗാദിബൻ. ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം പോയി കളഞ്ഞ ആ സന്ദർഭം. വദന്ന അല്ലൻ നഖദിറ അലൈഹി. നമുക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? കടലിൽ വെച്ച് ചരിത്രം നമുക്കറിയാം. കാറ്റിലും കോളിലും പെട്ടപ്പോൾ കപ്പൽ ആരോ ഒരാൾ ഇതിൽ കൊള്ളരുതാത്തവനുണ്ട്, നറുക്കിടുന്നു. യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ നറുക്ക് കിട്ടുന്നു. അദ്ദേഹത്തെ കടലിലേക്ക് എടുത്തെറിയുന്നു. മത്സ്യം വന്ന് വിഴുങ്ങുന്നു. ആ മത്സ്യം വന്ന് വിഴുങ്ങിയ ശേഷം എന്താ സംഭവിക്കുന്നത്? ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു മത്സ്യത്തോട് കൽപ്പിച്ചു, ലാ തഅകുൽ ലഹു ലഹ്മാ വലാ തുഹ്സിം ലഹു അദ്മാ ഫഇന്ന യൂനുസ ലൈസ ലക റിസ്ഖാ വഇന്നമാ ബത്നുക തകൂനു ലഹു സിജ്നാ. മത്സ്യമേ, ഈ മനുഷ്യനെ നീ തിന്നരുത്. അദ്ദേഹത്തിൻ്റെ എല്ലുകളെ നീ പൊടിച്ചു കളയരുത്. അദ്ദേഹത്തിൻ്റെ മാംസത്തെ നീ ഭക്ഷണമാക്കരുത്.
കാരണം യൂനുസ് നിനക്കുള്ള റിസ്ഖല്ല, വ ഇന്നമാ ബത്നുക തകൂനു ലഹു സിജ്ന. അദ്ദേഹത്തിന് ഒരു ജയില് മാത്രമാണ് നിന്റെ ഈ വയറ്. കുറച്ച് ദിവസം അവിടെ താമസിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണിത്. മത്സ്യത്തോട് അല്ലാഹു കൽപ്പിക്കുന്നു. മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്, 40 ദിവസത്തോളമാണ് ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഒരു പോറലുമേൽക്കാതെ മഹാനായ യൂനുസ് അലൈഹിസ്സലാം കഴിഞ്ഞത്. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്നത് എന്താണ്? റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ്. സുജൂദ് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹിനോട് നടത്തുന്നൊരു ദുആ, റഹ്മാനായ റബ്ബേ, ലോകത്തൊരാളും ഇന്നേ വരെ സുജൂദ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്താണ് നിന്റെ ഈ അടിമ സുജൂദ് ചെയ്യുന്നത്. എത്ര സത്യമാണത്! മത്സ്യത്തിന്റെ വയറ്റിലുള്ള സുജൂദ് അതിന്റെ മുമ്പും നടന്നിട്ടില്ല, ശേഷവും നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നാഥ ഞാൻ സുജൂദ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. ആയത്തിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്, വാനലോകത്ത് വെച്ച് മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കാണ്, റഹ്മാനായ റബ്ബേ, വിശാലമായ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്നൊരു തസ്ബീഹ് കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങള്. അള്ളാഹു മലക്കുകളെ അറിയിച്ചു, അത് എൻ്റെ അടിമ യൂനുസ് സമുദ്രത്തിന്റെ അഗാധതയിൽ വെച്ച് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹാണ്. എന്നിട്ട് അവിടെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത്? അതാണ് അള്ളാഹു ഈ ആയത്തിന്റെ അവസാനം പറയുന്നത്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 3 കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയിൽ. ഒന്ന്, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. തൗഹീദിന്റെ പ്രഖ്യാപനം. ഒരു മനുഷ്യന്റെ ദുആയുടെ ആധാരമായ കാര്യം, ഞാൻ ദുർബലനാ റബ്ബേ, നിന്റെ അടിമയാ, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത. രണ്ടാമത് പറയുന്നത് സുബ്ഹാന, നീ പരമപരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയുള്ള തസ്ബീഹാണ്. മൂന്നാമത് എന്താ പറയുന്നത്? ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ. തൗബയാണ്. തൗബയും തസ്ബീഹും തഹ്ലീലും, അത് 3 മുൻനിർത്തിയിട്ടാണ് മഹാനായ യൂനുസ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മത്സ്യം അത്ഭുതകരമായ നിലക്ക് റബ്ബിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട ആ ജീവി കരയിലേക്ക് നീങ്ങുകയും യൂനുസ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയായിലെ ഈ 87-ാമത്തെ ആയത്ത് പഠിപ്പിച്ച സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും നിങ്ങളോടും കൽപ്പിച്ചു, ഫഇന്നഹു ലം യദഅ ബിഹിമാ മുസ്ലിമുൻ റബ്ബഹു ഫീ ഷൈഇൻ ഖത്തു ഇല്ലാ ഇസ്തജാബ ലഹു. ഇമാം തുർമുദി, ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ്. ഏതൊരു മുസ്ലിം ഈ കാര്യം മുൻനിർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുവോ അവൻ ഉത്തരം കിട്ടാതിരിക്കൂല. വണ്ടിയായിട്ട് ഫാമിലിയായിട്ട് പോവുക, ടയർ പഞ്ചറായി, തൊട്ടടുത്തൊന്നും വർഷമൊന്നും കാണാനില്ല, ഏറ്റവും വലിയൊരു ഇടങ്ങേറിന്റെ പ്രതിസന്ധിന്റെ ഘട്ടമാണ്. അവിടെ വെച്ച് നടത്താവുന്ന ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹിന്റെ റസൂൽ പറയാണ്, ഏതൊരാൾ ബുദ്ധിമുട്ടിൽ അകപ്പെടുന്നു അവിടെ വെച്ചിട്ട് അവൻ ഈ ദുആ നടത്തുന്നു, റബ്ബ് അവന്റെ ദുആ സ്വീകരിക്കാതിരിക്കില്ല. കാരണം മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കാത്ത മത്സ്യവയറ്റിലെ ജയിലായി മാറിയ അനുഭവത്തിൽ ആ 40 ദിവസങ്ങളോളം കഴിഞ്ഞ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാമിനെ അള്ളാഹ് രക്ഷപ്പെടുത്തിയത് ഈ ദുആയുടെ അടിസ്ഥാനത്തിലാണ്. ആ 3 കാര്യങ്ങളിൽ പ്രധാനം അവിടെ തസ്ബീഹാണ്, അതിന്റെ മഹത്വമാണ്. മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് സംഭവം നമുക്കറിയാം. ആകാശ യാത്ര. ആ മിഅ്റാജിൽ പൂർവികരായ മഹാന്മാരായ നബിമാരെ കാണാനുള്ള, അവരുമായി സംഭാഷണം നടത്താനുള്ള അവസരം അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അതിലൊരുപാട് അനുഭവങ്ങൾ. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, ഒരു മരത്തണലിൽ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനിരിക്കുന്നു. ചുറ്റിലും കുട്ടികൾ ഓടി നടന്ന് കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മഹാനായ റസൂലുള്ളാഹി ചോദിച്ചു, ആരാണത്? അത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സലാം പറഞ്ഞുകൊണ്ട് നടത്തിയ സുദീർഘമായ അഭിമുഖ സംഭാഷണം, ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മുഹമ്മദ് താങ്കളുടെ ഉമ്മത്തിനോട് തസ്ബീഹ് അധികരിപ്പിക്കാൻ ആവശ്യപ്പെടണം. അത്രയേറെ പ്രതിഫലമുള്ളതാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന മുഅ്മിൻ അവിടെ ഒരു തസ്ബീഹിന്റെ പ്രതിഫലം കാണുമ്പോൾ ആഗ്രഹിച്ചു പോകും, ഇതിന് ഇത്രമാത്രം കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ചൊല്ലുമായിരുന്നു എന്ന്. മാത്രമല്ല, മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹാബത്തിനോട് പറഞ്ഞത്, സമീഅതു തസ്ബീഹൻ ഫിസ് സമാവാത്തിൽ ഉലാ മാ തസ്ബീഹിൻ കസീർ. ധാരാളം
ധാരാളമായ തസ്ബീഹുകൾ ആകാശ ലോകത്ത് വെച്ച് ഞാൻ കേട്ടു എന്നതാണ്. അഥവാ ഈ പ്രകൃതിയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഈ ദിക്ർ എന്നുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ മിഅത മറ ഹത്തത് ഖതായ വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ധരിക്കുന്ന ഹദീസ്. ഏതൊരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം 100 തവണ പറയുന്നുവോ, സമുദ്രത്തിലെ നുരകളോളം പാപങ്ങൾ അവൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ തസ്ബീഹ് കാരണം അള്ളാഹു അവയെ മായ്ച്ചു കളയും എന്നതാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞിടത്ത് അള്ളാഹു ഈ വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മഹാനായ മൂസ അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്ന ചരിത്രമാണല്ലോ. വഹൽ അതാക ഹദീസു മൂസ, സൂറത്തു താഹയിൽ അല്ലാഹു പറയുന്നു, വഹൽ അതാക ഹദീസു മൂസ ഇദ് റാ നാറൻ ഫഖാല ലിഅഹ്ലിഹിം ഖുസൂ ഇന്നി ആനസ്തു നാറാ ലഅല്ലി യാതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദാ ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസ. മഹാനായ മൂസ അലൈഹിസ്സലാം കുടുംബത്തോടൊപ്പം മരുഭൂമിയിൽ പോകുമ്പോഴാണ് വെളിച്ചം കാണുന്നത്. ആ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഒന്നുകിൽ അവിടെ നിന്ന് എനിക്ക് അല്പം പ്രകാശം ലഭിക്കും, അല്ലെങ്കിൽ എനിക്ക് മാർഗദർശനം അവിടെ വെച്ചുകൊണ്ട് വഴി കാണിക്കപ്പെടുമെന്ന്. അവിടെ വെച്ചാണ് അള്ളാഹുവായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുന്നത്. പടച്ചറബിൻ്റെ ഒരുപാട് കൽപ്പനകൾ അവിടെ വെച്ച് ലഭിക്കുന്നു. റബ്ബ് പറയുന്നു, വാനഖ്തർതുക ഫസ്തമി ലിമാ യൂഹാ, മൂസാ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു നബിയായിട്ട്, ഞാൻ പറയുന്നത് കേൾക്കണം. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, ഞാനല്ലാതെ വേറൊരു ഇലാഹില്ല, അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാവൂ, എൻ്റെ ദിക്ർ അത് നിലനിർത്തണം എന്ന റബ്ബിൻ്റെ കൽപ്പന. അവിടെ മഹാനായ മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹ് തുടർന്ന് പറഞ്ഞെന്താ, ഇദ്ഹബി ഇലാ ഫിർഔന ഇന്നഹു തഗാ, താങ്കൾക്കുള്ള ഉത്തരവാദിത്തം എന്താ? ഫിറൗന്റെ അടുക്കലേക്ക് പോകണം. കാരണം അവൻ പരിധി ലംഘിച്ചവനാണ്. ആ ഫിറൗനെ തൗഹീദിലേക്ക് ക്ഷണിക്കാനുള്ള ഉത്തരവാദിത്തം താങ്കളെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ധിക്കാരിയായ ഫറോവയുടെ അടുക്കലേക്ക് നിയോഗിതനാകുന്ന മഹാനായ മൂസ അലൈഹിസ്സലാം അള്ളാന്റെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ എനിക്ക് വിശാലമാക്കി തരണം, എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി തരണം. വഹലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, സംസാരത്തിൽ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നാവിൻ്റെ കെട്ട് അഴിച്ചു തരണം. ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നീ എനിക്ക് സഹായം നൽകണം. കൂടുതൽ കാര്യം കൂടി പറഞ്ഞു, വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി, ഒറ്റക്ക് പോകാൻ പേടിയുണ്ട്, അതുകൊണ്ടൊരു സഹായിയായിട്ട് വസീറായിട്ട് എനിക്ക് കൂടെ ഒരാൾ വേണം. അതാരാകണം? ഹാറൂന അഖീ, എൻ്റെ സഹോദരനായ ഹാറൂൻ എൻ്റെ കൂടെ നിയോഗിച്ചു തരിക. ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രികു ഫീ അംരി, അവനിലൂടെ നീ എനിക്ക് ശക്തി നൽകുക, എൻ്റെ ചുമതലയിൽ അവനെ നീ പങ്കാളിയാക്കും, കൂടെ ഒരു സഹായിയായിട്ട്. എന്തിനു വേണ്ടിയാണ്? കൈനുസബ്ബിഹക കസീറാ, ഞങ്ങൾ റബ്ബേ നിനക്ക് ധാരാളമായി തസ്ബീഹ് ചൊല്ലുന്നവരാകാൻ വേണ്ടിയാണ്, നിന്നെ പ്രകീർത്തിക്കുന്നവരാകാൻ. ഈ കാര്യം നീ ചെയ്താൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തിക്കൊള്ളാം. കൈനുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറാ, നിന്നെ ഞങ്ങൾ ധാരാളമായി ഓർക്കുന്നവരാകും, ഞങ്ങൾ ദിക്റും തസ്ബീഹും ചൊല്ലാം. അതുകൊണ്ട് ഹാറൂനെയും എൻ്റെ കൂടെ നിയോഗിച്ച് തരണമെന്നാണ് മഹാനായ മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ആവശ്യപ്പെടുന്നത്. പടച്ചവൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെല്ലാം ഉയർത്തിപ്പിടിച്ച മഹത്തായ ഒരു സംഗതി, ജീവിതത്തിൽ നിരന്തരമായി നിർവഹിച്ച കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഉംറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. അള്ളാഹ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ 4 എണ്ണമാണ്. റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട വചനങ്ങൾ 4 എണ്ണമാണ്. ഏതൊക്കെയാണത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 കാര്യം, അതുകൊണ്ട് അത് ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള ദിക്ർ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 കാര്യങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമ്മളെല്ലാ വിത്ർ നമസ്കാരത്തിലും സ്ഥിരമായി കേൾക്കുന്നു,
സൂറത്തുൽ അഅല. ഒന്നാമത്തെ ആയത്ത് എന്താ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ഉന്നതനായ റബ്ബിന്റെ നാമത്തെ ഞാൻ ഇതാ പരമ പരിശുദ്ധിപ്പെടുത്തുന്നു. തഫ്സീറിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ള എപ്പോഴൊക്കെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്ത് ഓതിയോ അപ്പോഴൊക്കെ ഉടനെ പറഞ്ഞു സുബ്ഹാന റബ്ബിയൽ അഅല. റസൂലുള്ള നമസ്കാരത്തിൽ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. നരകത്തെക്കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ചുള്ള താക്കീദിന്റെ വചനങ്ങൾ ഓതുമ്പോൾ അവിടുന്ന് നരകത്തിൽ നിന്ന് കാവലിനെ തേടി, സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തിന് വേണ്ടി റബ്ബിനോട് തേടി. അതുപോലെ സൂറത്തുൽ അഅല ഓതുമ്പോൾ അതിന്റെ തുടക്കത്തിലുള്ള വചനം പാരായണം ചെയ്താൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സൂറത്തു കഹ്ഫിലെ 46-ാമത്തെ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. എന്താ ആയത്ത്? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമലാ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, സ്വത്തും സന്തതികളും ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, എന്നാൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ, നിന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമവും ഏറ്റവും നല്ല പ്രതീക്ഷക്ക് വകയുള്ളതുമാണ്. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ആയത്തിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അസ്സലവാത്തുൽ ഖംസ്, 5 വക്ത് നമസ്കാരം, അതുപോലെ അനുഷ്ഠാന മുറകൾ, ഇതൊക്കെ. പക്ഷെ പ്രത്യേകിച്ചൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പഠിപ്പിച്ച സന്ദർഭത്തിൽ വിശദീകരിച്ചതായി ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഗ്ഫിറൂ മിനൽ ബാഖിയാത്തിസ് സ്വാലിഹാത്ത്, നിങ്ങൾ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അധികരിപ്പിക്കൂ. വമാ ഹുന്ന യാ റസൂലല്ലാഹ്, അങ്ങനെ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, അതേതാണ് റസൂലേ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്? ഖാല അൽ മില്ല, റസൂലുള്ളാഹി പറഞ്ഞു അൽ മില്ല. വമാ ഹിയ യാ റസൂലല്ലാഹ്, അപ്പോൾ വീണ്ടും ചോദിച്ചു ഏതാണ് റസൂലേ ഈ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്? റസൂലുള്ളാഹി എണ്ണി പറഞ്ഞു അത്തക്ബീർ, അല്ലാഹു അക്ബർ പറയൽ, വത്തഹ്ലീൽ, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ, വത്തസ്ബീഹ് സുബ്ഹാനല്ലാഹ് പറയൽ, വൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറയൽ. അഞ്ചാമതായി ഒന്നുകൂടി പറഞ്ഞു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയൽ. അത് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. 7 ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ വക്സിർ ഖൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹു മിൻ കൻസി തഹ്തൽ അർശ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നീ അധികരിപ്പിക്കണം. കാരണം അർശിന് താഴെയുള്ള വസ്തുക്കളിൽ ഏറ്റവും വില പിടിച്ചതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക്. വലിയ അർത്ഥമുണ്ട്. സ്ഥിതി മാറ്റവും ശക്തിയും റബ്ബിനല്ലാതെ വേറൊരാൾക്ക് കഴിയില്ല. അവസ്ഥക്ക് മാറ്റം വരുത്താൻ, വെയിൽ പോയി മഴ വരുത്താൻ, മഴ പോയി വെയിൽ വരുത്താൻ, രാവ് മാറ്റി പകലാക്കാൻ, പ്രപഞ്ചത്തിലെ അവസ്ഥകളിലെ പരിവർത്തനം അത് റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം. ലാ ഹൗല വലാ ഖുവത നാവുകൊണ്ട് ഇങ്ങനെ പറയാം, അള്ളാഹ്ക്കും കഴിയും ഔലിയാക്കൾക്കും കഴിയുമെന്ന് വിശ്വസിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇത് നേരെ വിപരീത ആശയമായി മാറും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സ്ഥിതി മാറ്റവും ശക്തിയും റബ്ബല്ലാതെ മറ്റാർക്കുമില്ല. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ഇവിടെ ഏത് വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് സൂറത്തു കഹ്ഫിലെ 46-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ 5ലും പ്രധാനപ്പെട്ട ഒന്ന് തസ്ബീഹാണ് എന്ന് നാം മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ അഥവാ തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു എന്ന സൂറത്ത് ഇസ്രായിലെ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സുദീർഘമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സംഭവം നമ്മൾ പലപ്പോഴും കേട്ടതാണ്, ഖബർ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറുകൾക്ക് അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം എന്ത് ചെയ്തു? അവിടെ വെച്ചിട്ട് കുതിര ഇങ്ങനെ വിറളി പിടിച്ച് ചാടാൻ തുടങ്ങി. അള്ളാഹിൻ്റെ റസൂൽ കൂടെയുള്ള സഹാബികളോട് പറഞ്ഞു, ഈ ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ അട്ടഹാസങ്ങളും കരച്ചിലും ഞാൻ കേൾക്കുന്നുണ്ട്, അത് കാരണമാണ് കുതിര ചാടാൻ തുടങ്ങിയത്. സഹാബികളോട് റസൂൽ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദിബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ, ഇവർ 2 ആളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖബറിൽ വലിയ തെറ്റിന്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. വേറെ റിവായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെറുതായി തോന്നാം പക്ഷെ വലിയ തെറ്റുകളാണ്, അതിന്റെ പേരിലാണ് അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ ചെയ്ത തെറ്റ്? അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തൻസിഹു മിനൽ ബൗൽ, അതിലൊരാൾ മൂത്രം വൃത്തിയാക്കുന്ന കാര്യം ശ്രദ്ധിച്ചില്ല. ചെറുതായി തോന്നുന്ന കാര്യമാണ്. പെട്ടെന്ന് പലപ്പോഴും കാണാൻ ആളുകൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കയറി വരും, 1 മിനിറ്റ് കൊണ്ടൊക്കെ സംഭവം കഴിഞ്ഞ് വേഗം പോവുകയും ചെയ്യും, ശ്രദ്ധയുണ്ടാകില്ല. ചിലപ്പോൾ എഴുന്നേറ്റ ശേഷമായിരിക്കും അല്പം കൂടി മൂത്രം പോകുക, അത് വസ്ത്രത്തിലുണ്ടാകും, അതുമായിട്ടാണ് നമസ്കരിക്കാൻ കയറുക.
മൂത്രമൊഴിക്കുമ്പോൾ ശരിക്ക് സമയം കൊടുത്തും ശ്രദ്ധിച്ചും അത് ചെയ്യാത്ത ആളായിരുന്നു അവൻ. അതാണ് ഈ ഖബറിൽ ശിക്ഷ കിട്ടാൻ കാരണം. രണ്ടാമത്തെ ആൾ ചെയ്ത തെറ്റെന്താ? ഏഷണിയായിട്ട് നടക്കുകയായിരുന്നു, ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി. രണ്ടറ്റവും കത്തിച്ച് നടു പിടിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു, അതായിരുന്നു അവൻ്റെ പരിപാടി. അത് കാരണത്താലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പച്ച കമ്പ് ഓടിച്ചിട്ട് അവിടെ കുത്തിയിട്ട് പറഞ്ഞു, ലഅല്ലഹു യുഖഫിഫു അൻഹുമാ മാ ലം യൈബസാ. ഈ കമ്പ് ഉണങ്ങുന്നവരെ അവർക്ക് ശിക്ഷയിൽ ലഘൂകരണം കിട്ടും. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ മയ്യത്ത് മറമാടിയാൽ പിന്നെ മൈലാഞ്ചിക്കൊമ്പും അതുപോലെ പിന്നെ മറ്റേതെങ്കിലും പച്ചക്കമ്പും തിരഞ്ഞു നടക്കും. എന്നിട്ട് എന്താ അതിൻ്റെ ഫലം ഉണ്ടാവും? അവസാനം പള്ളിക്കാട് എന്ന് പറഞ്ഞാൽ ഇത് വളർന്നിട്ട് കാട് പിടിച്ചതായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഈ കമ്പ് കുത്തൽ ഒരു സുന്നത്തായ കാര്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിന് മുമ്പും ശേഷവും 100 കണക്കിന് മയ്യത്തുകൾ മറമാടിയിട്ടുണ്ട്. അങ്ങനെ മറമാടിയപ്പോൾ ഒന്ന് അള്ളാഹിൻ്റെ റസൂൽ പച്ച കമ്പ് പോയി തിരഞ്ഞെടുക്കുകയും അതിങ്ങനെ കാലിൻ്റെയും തലയുടെയും ഭാഗത്ത് കുത്തുകയും ചെയ്തിട്ടില്ല. ഇത് പ്രത്യേകമായ ഏകമായൊരു സംഭവമാണ്. ഇവിടെ ആ 2 ആളുകളുടെ ഖബറിൻ്റെ അടുക്കൽ റസൂലുള്ള കമ്പ് കുത്തിയിട്ട് എന്ത് പറഞ്ഞു? ഇത് ഉണങ്ങുന്നവരെ അവർക്ക് ശിക്ഷയിൽ ലഘൂകരണം കിട്ടും എന്ന് പറഞ്ഞു. അത് റസൂലിൻ്റെ ഒരു മുഅ്ജിസത്തിൻ്റെ ഭാഗം കൂടിയാണ്. പക്ഷേ ഈ സംഭവം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീറിൻ്റെ കൂടെ വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഖാലൽ ഉലമാ, ഈ സംഭവം ഇവിടെ റസൂലുള്ള പറഞ്ഞത് മാലം യൈബസ എന്നാണ്. അതായത് ഇത് ഉണങ്ങുന്നവരെ ശിക്ഷയിൽ ലഘൂകരണം കിട്ടുന്നതാണ്. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ പറയാണ്, അന്നഹുമാ യുസബ്ബിഹാനി മാദാമ ഫീഹാ ഖളറാ ഫഇദാ യബിസ ഇൻഖതഅ തസ്ബീഹിമാ അല്ലാഹു അഅലം എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്. ഉലമാക്കളുടെ ഒരു അഭിപ്രായമാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഇത് ഉണങ്ങുന്നവരെ ശിക്ഷയിൽ ലഘൂകരണം കിട്ടും. അവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം അതിൽ പച്ചപ്പുണ്ടാകുന്നിടത്തോളം കാലം ആ കമ്പുകളുടെ തസ്ബീഹ് നടക്കും, അത് ഇവരുടെ ശിക്ഷയിൽ കുറവ് വരുത്തും എന്നതാണ് ഉലമാക്കൾ ഈ ഹദീസിനെ മുൻനിർത്തി പറഞ്ഞ അഭിപ്രായം. അല്ലാഹു അഅലം, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും ആ വിധത്തിൽ പൂർവികരായ പണ്ഡിതന്മാർ ഈ സംഭവത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ കൃത്യമായി, അഥവാ അതിൻ്റെ അതൊരു സുന്നത്തായി ഈ കമ്പ് കുത്തിയതല്ല എന്നും അതൊരു പ്രത്യേക സംഭവമാണെന്നും കുത്തിയ ശേഷം ഇത് ഉണങ്ങുന്നവരെ ഇവരുടെ ശിക്ഷയിൽ ലഘൂകരണം കിട്ടും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കാൻ സഹായകമാകുന്ന ഒരു അമലാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കലിമത്താൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. 3 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഒന്ന്, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് ഏറ്റവും ലഘുവാണ്, അധ്വാനമൊന്നുമില്ല. പിന്നെ 2, സഖീലത്താനി ഫിൽ മീസാൻ, മനുഷ്യൻ്റെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നതാണ്. അതോടൊപ്പം ഹബീബത്താനി ഇലർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. അങ്ങനെയുള്ള 2 വചനങ്ങളുണ്ട്. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. നമുക്ക് പരിചയമുള്ള ഹദീസാണ്. ഇവിടെ 100 തവണ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിടത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ് ആ ഹദീസിൽ കാണുന്നത്. ഇവിടെ 2 വചനങ്ങൾ എന്ന് പറഞ്ഞിടത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഇമാം മുസ്ലിം റഹിമഹുല്ലാഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ തസ്ബീഹിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ, നിങ്ങളിൽ ഓരോരുത്തരുടെയും ശരീരത്തിലെ സന്ധികളുടെ എണ്ണത്തിന് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ സദഖ ചെയ്യണം. ശരീരത്തിലെ സന്ധികളുടെ എണ്ണത്തിന് കണക്കാക്കിക്കൊണ്ട് സദഖ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഹദീസിൽ തുടർന്ന് പറഞ്ഞു, ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, എല്ലാ തസ്ബീഹും സദഖയാണ്. ഇതിന്റെ വേറെയും ഹദീസിൽ ഈ സംഭവം കാണാം. കൊടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ മനുഷ്യനോട് അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്ർ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. കാരണം അതൊക്കെ സദഖയിൽ, ഒരു കാശും സദഖ ചെയ്യാനില്ലാത്തവന് ദിക്ർ സദഖയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു കൊടുത്തു. തസ്ബീഹിന്റെ കാര്യം പറഞ്ഞെടുത്തു, പ്രത്യേകിച്ചും കുല്ലു തസ്ബീഹത്തിൻ സദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് പ്രത്യേകിച്ച് ചൊല്ലേണ്ടതാണ്.
അള്ളാഹു മലക്കുകളിലൂടെ നമുക്ക് ഹഫളത്ത് നൽകുന്ന, കാവൽ നൽകും. വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ കാണാൻ ഒന്നും പറ്റാതെ രക്ഷപ്പെടും. ആ അപകട രംഗം കണ്ട ആളുകൾ പറയും ഒരു 4 ആളെങ്കിലും മരിച്ചിട്ടുണ്ടാവും കണ്ടാൽ. പക്ഷെ പിന്നെ വാർത്ത കേൾക്കും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി അതുപോലെ ഒരു അനുഭവം. ഒരു ബൈക്ക് ഒരു പയ്യൻ ചെന്ന് ഇടിച്ചിട്ട്, ആ ഡിവൈഡറിൻ്റെ അടുത്ത് ഇടിച്ചിട്ട് ഒരു 5-6 മീറ്റർ താഴ്ചയിലൊക്കെ വീണത്. നേരെ എഴുന്നേറ്റിക്കാൻ പോലും പറ്റിയില്ല. ആംബുലൻസ് കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയി സ്ട്രെച്ചറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ പിറ്റേന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ അവൻ പോയി. സുബ്ഹാനല്ലാഹ്, ഒന്നും പറ്റില്ലായിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ. അങ്ങനെയൊക്കെ ചിലപ്പോൾ പടച്ചോൻ കാവലുണ്ട്. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഹഫളത്ത് അള്ളാഹ് നടപ്പാക്കുക ആരിലൂടെ? മലക്കുകളിലൂടെയാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു സംരക്ഷണം. ആ സംരക്ഷണത്തിന് സഹായകമാകുന്ന കാര്യമാണ് ഇത് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ. അതിലേറ്റവും പ്രധാനമാണ് തസ്ബീഹ്. കാരണം ഖുർആനിലൂടെ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുർ റൂം 17-ാമത്തെ ആയത്തിൽ ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. അതുപോലെ തന്നെ സൂറത്തു അഹ്സാബിലെ 41-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ ശേഷം വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, പ്രഭാത പ്രദോഷങ്ങളിൽ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം എന്നതാണ്. ഖുർആനിലെ ഒന്നിലേറെ സൂറത്തുകളുടെ തുടക്കം നമുക്കറിയാം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് എന്നിങ്ങനെ അള്ളാഹു ഖുർആനിലെ പ്രത്യേക അധ്യായങ്ങൾ, സൂറത്തു ഹദീദ്, സൂറത്തു ജുമുഅ പോലെയുള്ള, സൂറത്തു സഫ് പോലെയുള്ള അധ്യായങ്ങൾ ആരംഭിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ തസ്ബീഹ് മുൻനിർത്തിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, രാവിലെയും വൈകുന്നേരവും 100 തവണ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറഞ്ഞാൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി, അത്രയും പറഞ്ഞവനോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ പറഞ്ഞവനല്ലാതെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഇവനെ മുൻകടക്കാൻ കഴിയില്ല. അത്രയും കൂലിയുണ്ട് എന്നർത്ഥം. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതിൻ്റെ കൂടെ 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഒരാൾ ചൊല്ലിയാൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത് ഊഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളം പാപങ്ങൾ ഉണ്ടെങ്കിലും ഈ ദിക്റുകൾ കാരണം അള്ളാഹു അവൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയും എന്നുള്ളതാണ്. അപ്പം അത്രയേറെ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. റബ്ബിനെ അറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടുകൂടി നാം അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. അവിടെ ഒരു പ്രത്യേക മാല വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിരലുമൽ കുടുക്കി വെച്ചിട്ട് ഞെക്കുന്ന ഒരു യന്ത്രം വെച്ചിട്ട് അങ്ങനെ ഒരു കൃത്രിമത്വം വരുത്തി ചെയ്യേണ്ടതല്ല. അള്ളാഹിൻ്റെ റസൂൽ എണ്ണി ദിക്റ് ചൊല്ലിയ സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ഒന്ന് നമസ്കാര ശേഷം, അതുപോലെ ഉറങ്ങാൻ പോകുമ്പോൾ, അതുപോലെ രാവിലെയും വൈകുന്നേരമുള്ള തസ്ബീഹിൻ്റെ 100 തവണ എന്നതല്ലാതെ മറ്റൊരു ദിക്റുകളൊന്നും ഒരിങ്ങനെ എണ്ണിക്കണക്കാക്കി. റസൂലിൻ്റെ വഫാത്തിൻ്റെ ശേഷം നമുക്കറിയാം, പള്ളിയിൽ ഇരുന്നിട്ട് കല്ലുകൾ എടുത്തു വെച്ച് ദിക്റ് ചൊല്ലി എണ്ണം പിടിച്ച ആളുകളെ കണ്ടപ്പോഴാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അവരെ ആട്ടി ഓടിക്കുന്ന അവിടെ നിന്ന്. അള്ളാഹിൻ്റെ റസൂല് മരിച്ചിട്ട് വഫാത്തായിട്ട് അവിടുത്തെ വസ്ത്രം ദ്രവിച്ചിട്ടില്ല, അവിടുത്തെ പാത്രങ്ങൾ ഉടഞ്ഞിട്ടില്ല. അതിനു മുമ്പ് നിങ്ങൾ ദീനിൽ പുതിയ ബിദ്അത്ത് തുടങ്ങുകയാണോ എന്ന് ചോദിച്ചു. എന്താ അവർ ചെയ്തത്? കല്ലുകൾ പെറുക്കി വെച്ചിട്ട് എണ്ണം പിടിച്ച് ദിക്റ് ചൊല്ലിയതാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഒരു ശൈലി ആരംഭിച്ചതാണ്. അതൊക്കെ കൃത്രിമത്വത്തിൻ്റെ ബിദ്അത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതൊന്നുമില്ലാതെ മനസ്സാന്നിധ്യത്തോടുകൂടി റഹ്മാനായ റബ്ബിൻ്റെ മഹത്വം, അവൻ്റെ പ്രതാപം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരേണ്ടുന്ന പ്രതികരണമാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ്. അതിന് അധികമായ അധ്വാനം ആവശ്യമല്ല. നമ്മൾ വണ്ടി പോകുമ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും സ്ത്രീകൾക്ക് അടുക്കളപ്പണിക്കിടയിലും ഒക്കെ ചൊല്ലാൻ സാധിക്കുന്ന റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹത്വപൂർണ്ണമായ വചനങ്ങളിൽപ്പെട്ടതാണ്. ഹൃദയ സാന്നിധ്യത്തോടെ അത് നാം നിർവഹിക്കുക. പരിശുദ്ധമായ മാസം വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പുണ്യങ്ങൾ ഏറ്റവും നിറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ തസ്ബീഹുകളും മറ്റ് ദിക്റുകളും കൊണ്ട് നമ്മുടെ നാവുകളെ പരമാവധി നനവുള്ളതാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, തൗബ അധികരിപ്പിക്കാൻ, ഇസ്തിഗ്ഫാറിൻ്റെ ദുആകൾ വർദ്ധിപ്പിക്കാൻ ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരൊറ്റ ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാൻ. അങ്ങനെ മനസാന്നിധ്യത്തോട് ഇതൊക്കെ ചെയ്ത് റബ്ബിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. തൗബയിലൂടെ റബ്ബിനുണ്ടാകുന്ന സന്തോഷം അത് റസൂലുള്ളാഹി വിശദീകരിച്ചു തന്നത് യദ്ഹഖുല്ലാഹു അനിർ റജുലൈൻ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. 2 ആളുകളെ കുറിച്ചോർത്ത് അള്ളാഹ് ചിരിക്കാണ്.
രണ്ടാളുകളുടെ കാര്യം ഓർത്ത് അള്ള ചിരിക്കുകയാണ്. ഏതാണ് ആളുകൾ? ഒരാൾ മറ്റവനെ കൊന്നതാണ്. ഫീസബിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു പോരാട്ടത്തിൽ ഒരു മുഅ്മിൻ കൊല ചെയ്യപ്പെട്ടു. അവൻ സ്വർഗത്തിലെത്തിയ സംശയമല്ല. കൊന്നവൻ കാഫിറാണ്. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു? അവൻ പിന്നീട് തൗബ ചെയ്യുന്നു. എന്നിട്ട് ഫസ്തുഷീദ, അവനും ഷഹീദാകുന്നു. മുസ്ലിമായ ശേഷം അവനും ഷഹീദായി. അവനും സ്വർഗത്തിൽ വെച്ച് ഇവർ രണ്ടാളും ഇങ്ങനെ കണ്ടുമുട്ടുന്ന രംഗമോർത്ത് അള്ളാഹു ചിരിക്കുന്നു എന്നാണ്. ഒന്ന് കൊലയാളി, മറ്റേത് കൊല്ലപ്പെട്ടവൻ. രണ്ടുപേരും സ്വർഗത്തിൽ. എന്താണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്? ഒരാളെ കൊല്ലുക എന്നുള്ള പാപം ചെയ്ത മനുഷ്യൻ പോലും തൗബ ചെയ്ത് നന്നായപ്പോൾ അവൻ്റെ പാപത്തെ അള്ള പുറത്തു കൊടുക്കുകയും ഏതൊരാളുടെ കൈകൊണ്ടാണോ കൊല ചെയ്യപ്പെട്ടത് ആ മനുഷ്യനും ഈ കൊലയാളിയും ഒന്നിച്ച് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന അവസ്ഥ റബ്ബ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതാണ്. തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും മഹത്വമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരമാവധി അള്ളാഹുവിലേക്ക് ദുആകളിലൂടെ ദിക്റുകളിലൂടെ അടുക്കാൻ, ഖുർആൻ പാരായണങ്ങൾ അധികരിപ്പിക്കാൻ. ഖുർആൻ കേവലമായൊരു പാരായണമല്ല, അതിൻ്റെ അർത്ഥവും ആശയവും അതിൻ്റെ തഫ്സീറും അതിൻ്റെ സബബും നുസൂലും പഠിച്ച് മനസ്സിലാക്കി. അള്ളാഹിൻ്റെ ദീന് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന കാര്യം പോലും പറഞ്ഞെടുത്ത് അള്ളാഹ് എന്താ പറഞ്ഞത്? ഇങ്ങനെ വെറുതെ നാവുകൊണ്ട് പറയേണ്ട ഒന്നല്ല. പിന്നെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ അറിയണം, പഠിക്കണം എന്നാണ്. പഠിച്ച് മനസ്സിലാക്കി പറയേണ്ട വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ ഓരോ ദിക്റും അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കേണ്ടതാണ്. റഹ്മാനായ നാഥൻ അവനിലുള്ള ഈമാൻ നിലനിർത്തി, അവനോടുള്ള സ്നേഹം നിലനിർത്തി, അവൻ്റെ തൃപ്തിക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അവൻ്റെ ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഈ പരിശുദ്ധ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂടെ ഇവിടെ എത്താൻ, ഈ ആരാധനകളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പിതാക്കൾ, ജ്യേഷ്ഠന്മാർ, സഹോദരങ്ങൾ, പണ്ഡിതർ, നേതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളെയും ഈമാനോടുകൂടി നേരിടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി, ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സദഖ വർദ്ധിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ്. റസൂലുള്ളാഹി അടിച്ചു വീശിയ കാറ്റിനെ പോലെ